വളരെ അടിയന്തരമായ ഒരു കാര്യം തിരുവനന്തപുരത്തെ നന്തൻകോട്ടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് വരുന്നു. അവിടെ ഇ പരിശോധിക്കാൻ വേണ്ടി അതിരാവിലെ അവിടെ എത്തിയിട്ടുണ്ടെങ്കിലും ഇതുവരെ അവിടെ പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർ ആരും അവിടെ എത്തിയിട്ടില്ല. ഒരു മണിക്കൂറിൽ ഏതാണ്ട് 2 മണിക്കൂർ കഴിഞ്ഞു അവരവിടെ എത്തിയിട്ട്. എന്നിട്ടും പരിശോധന തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ഇപ്പോൾ സുരക്ഷാ ജീവനക്കാർ മാത്രമാണ് ഈ ആസ്ഥാനത്തുള്ളത്. ശരിക്കും ഉദ്യോഗസ്ഥന്മാർക്ക് 10 മണിക്ക് വന്നാൽ മതി. ഇവരെ വിളിച്ചു വരുത്താനുള്ള ശ്രമമൊന്നും വിജയിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ നന്ദാവനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഓഫീസിന് മുന്നിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ഉമേഷ്, ആരും വന്നില്ലേ? ഇപ്പോഴും ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഇ ഡി ഉദ്യോഗസ്ഥർ മറ്റൊരു പണിയും ചെയ്യാനാകാതെ പുറത്തിരിക്കുകയാണ്. അതായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, മെമ്പർമാരടക്കം ഉള്ള 2ാമത്തെ ബിൽഡിംഗ് ഉണ്ട്. ആ കെട്ടിടത്തിന്റെ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇരിക്കുകയാണ്. അവർക്ക് സെക്യൂരിറ്റി ജീവനക്കാർ കുറച്ച് കസേരയെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മറ്റ് പരിശോധനകളിലേക്ക് കടക്കാൻ അവർക്ക് എപ്പോഴും കഴിഞ്ഞിട്ടില്ല. കാരണം ഇവിടെ ഇന്ന് രാവിലെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാർ ഏകദേശം 7:15 കൂടിയാണ് ഇ ഡി ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുന്നത്. 7:15 കൂടി ഇ ഡി ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയതിനു ശേഷം ഒരു നടപടിക്രമങ്ങളിലേക്കും അവർക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ ഉന്നത ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടപ്പോൾ ഈ ദേവസ്വം ബോർഡ് ഉന്നത ഉദ്യോഗസ്ഥർ എല്ലാവരും ഇപ്പോൾ ആലുവയിലാണുള്ളത്. ആലുവയിൽ ശിവരാത്രി മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടുള്ള ആലോചനാ യോഗം ഇന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. നേരത്തെ നിശ്ചയിച്ച യോഗമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ശബരിമലയിൽ എത്തിയ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം നേരെ ആലുവയിലേക്ക് പോകുകയാണുണ്ടായത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് മറ്റു ഉന്നത ഉദ്യോഗസ്ഥരാരും ഇവിടെ ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. എന്തായാലും തിരുവനന്തപുരത്തുള്ള ഉദ്യോഗസ്ഥരോട് നേരത്തെ ഈ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് എത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ എത്തും. പക്ഷേ ഇപ്പോൾ 2 മണിക്കൂർ ആവുകയാണ്. 2 മണിക്കൂറായിട്ടും ഈ വിഷയത്തിൽ ഈയിടയ്ക്ക് ഏറ്റവും നിർണായകമായ പരിശോധന നടത്തേണ്ട ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് ഒരു രേഖ പോലും പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, PRO അടക്കം ഇരിക്കുന്ന ആ ബിൽഡിംഗിന്റെ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ ഇപ്പോഴും ഇ ഡി ഉദ്യോഗസ്ഥർ അവിടെ തന്നെ ഇരിക്കുകയാണ്. അവർക്ക് മാറി മറ്റ് ഔദ്യോഗിക നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ ദേവസ്വം ബോർഡ് ആസ്ഥാനം പൂർണ്ണമായി ഒരു ഇ ഡിയുടെ നിയന്ത്രണത്തിലാണ്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് എല്ലാ ഉദ്യോഗസ്ഥരെയും കടത്തിവിടേണ്ടതില്ല. അതായത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തുന്ന എല്ലാ ഉദ്യോഗസ്ഥരെയും കടത്തിവിടേണ്ടതില്ല. ഏതൊക്കെ ഉദ്യോഗസ്ഥരെ കടത്തിവിടണമെന്ന് ഈ ഇ ഡി ഉദ്യോഗസ്ഥർ പറയും. അതിനനുസരിച്ച് കടത്തിവിട്ടാൽ മതി എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതായത് എല്ലാ ഉദ്യോഗസ്ഥരും ഇന്ന് ഈ ഇ ഡിയുടെ പരിശോധന കഴിയുന്നതുവരെ ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാ ഉദ്യോഗസ്ഥർക്കും ഇവിടെ കടക്കാൻ കഴിയില്ല. അത് ഏതൊക്കെ ഉദ്യോഗസ്ഥരെ കടത്തിവിടണമെന്ന് ഇ ഡി ഉദ്യോഗസ്ഥർ പറയും. അതിനനുസരിച്ച് അവരെ മാത്രം, അതായത് രേഖകൾ പരിശോധിക്കാൻ ആവശ്യമുള്ള രേഖകൾ എടുത്തു നൽകാൻ ഉത്തരവാദിത്തപ്പെട്ടവരെ മാത്രമേ ഇങ്ങോട്ട് കടത്തിവിടുകയുള്ളൂ. പൂർണ്ണമായി തിരുവനന്തപുരം നന്ദാവനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഓഫീസിന് മുന്നിൽ നമുക്കൊപ്പം ചേർന്ന് ഇതുവരെയും പരിശോധന ആരംഭിക്കാൻ അവിടെ കഴിഞ്ഞിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.